नमस्ते। आज की कक्षा में सबको स्वागत। ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സക്കുബായുടെ സഹോദരി വാസന്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വാസന്തി മുംബൈയിലുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കണ്ടു. കൊൽക്കത്തയിലേക്ക് ഓടിപ്പോയി എന്ന് പറയുന്നുണ്ട്, ബംഗാളിയുടെ കൂടെ ഓടിപ്പോയി എന്ന് പറയുന്നു. പിന്നീട് ബോംബെയിലുണ്ടെന്ന് പറയുന്നു, പക്ഷേ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിനിടയിലാണ് ഇവിടെ മരിച്ചു എന്ന് അറിയുന്നത്, ആത്മഹത്യ ചെയ്തെന്നറിയുന്നു. അങ്ങനെ ബോഡി തിരിച്ചറിയാനായിട്ട് അവർ പോകുന്നതാണ്. അമ്മേനെ കൂടെ കൊണ്ടുപോകേണ്ടതായിട്ട് വരികയാണ്. അങ്ങനെ വാസന്തിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നിതിനും യശ്വന്തും കൂടി അവിടെ ചെയ്യുകയാണ്. വാസന്തിയുടേതായിട്ടുള്ള ഒരു സാധനം വീട്ടിൽ വെക്കണ്ട എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ മാത്രം പെട്ടിയിൽ നിന്ന്, പഴയ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തില്ല. ഒരു ഫോട്ടോ ആരും കാണാതെ നമ്മുടെ സക്കുബായി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പൂക്കാരൻ്റെ വരവ്. പൂക്കാരനോട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. വെറുതെത്തുകൊണ്ട് നമ്മുടെ സക്കു ചെന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. ഈ പൂവ് കൊടുത്തിട്ട് അയാൾ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ അതാണ്, അതായത് എന്തെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത്, ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാനിരിക്കുന്ന സമയത്തായിരിക്കും ഈ പൂക്കാരൻ്റെ വരവ്. ആദ്യം ഒരു ബെല്ലടിക്കും, പിന്നെ രണ്ടാമത്തെ അടിക്കും, അങ്ങനെ ബെല്ലടിച്ച് ശല്യം ചെയ്യലാണ് അയാളുടെ സ്ഥിരം പരിപാടി. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. സക്കുബായി പറയുന്നുണ്ട്, ബഹുത് ഗരബ് ലഡ്കാ ഹേ, ജബ് ബി मैं दोपहर को थोड़ा आराम करने बैठूं तभी ये आएगा. ഉച്ച സമയത്ത് കുറച്ച് നേരം വിശ്രമിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും എൻ്റെ വരവ്. പഹലെ एक बार घंटी बजाएगा, फिर 2 बार, फिर 3 बार. ആദ്യം ഒരു പ്രാവശ്യം ബെല്ലടിക്കും, പിന്നെ 2 പ്രാവശ്യം അടിക്കും, പിന്നെ 3 പ്രാവശ്യം അടിക്കും. അപ്പം അങ്ങനെയാണ് അവൻ്റെ ഒരു ശീലം. അവർ ജബ് കുച്ച് ബോലോ തോന്നി, ഇപ്പം എന്തെങ്കിലും പറയുകയാണെങ്കിൽ കുക്കു കുക്കു എന്ന് പറഞ്ഞിട്ട് അവൻ ബോൽക്കർ ഭാഗ് ജാത്താ ഹേ. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് അവൻ ഓടിപ്പോവാണ് ചെയ്യുന്നത്. അതൊരു സ്ഥിരം പതിവായിട്ട് മാറിയിരിക്കുകയാണ്. मैम साहब को बोलने वाली भाई की इसका कुछ करो. അങ്ങനെ ഈ കൊണ്ടുവരുന്ന ഈ പയ്യനെ കുറിച്ച് മാം സാഹിബിനോട് പറഞ്ഞു, ഇസ്കാ കുച്ച് കറോ, അത് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദോ ദോ तीन दिन के फूल एक साथ देकर जाएगा. പറയണ്ടേ, രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ പൂക്കൾ ഒരുമിച്ച് കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ദോ തീൻ ദിൻ കെ ഫൂൽ, 3 ദിവസത്തെ പൂവ് അല്ലെങ്കിൽ 2 ദിവസത്തെ പൂവ്, ഏക് സാത്ത് ദേക്കർ ജായക, ഒരുമിച്ച് കൊണ്ടു കൊടുക്കാൻ പറയുന്നുണ്ട്. അബ് ഏ 2 ദിൻ നഹി ആയേക, അങ്ങനെയാണെങ്കിൽ 2 ദിവസം വരില്ലല്ലോ. ശല്യം ചെയ്യാനായിട്ട് ബെല്ലടിച്ച് ശല്യം ചെയ്യാനായിട്ട് 2 ദിവസം വരില്ല. ഇപ്പോൾ 2 ദിവസത്തെ അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 3 ദിവസത്തെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വരില്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. ഇൻകെ ഗർക്ക ദിയ ബത്തി ബി മുജേ ഹി കർണ ഹോത്താ ഹേ. അപ്പോൾ അവൻ്റെ വീട്ടിലെ വിളക്ക് കത്തിക്കൽ പോലും ഞാൻ ചെയ്യേണ്ട അവസ്ഥയായിട്ട് മാറും ഇങ്ങനെയാണെങ്കിൽ. ഇത്തിനി സീതി തബ്സെ മാം കെ സാത്ത് റോസ് ദിയ ബത്തി കർത്തി തി. അപ്പോൾ അമ്മയുടെ കൂടെ ഡെയിലി ദീപം കത്തിക്കൽ നമ്മുടെ സക്കു തന്നെയാണ് ചെയ്തിരുന്നത്. മഗർ ഭഗവാൻ അപ്നി ഇച്ഛാ സെ ഹി പ്രസന്ന ഹോത്തെ ഹേ. പക്ഷേ ഭഗവാൻ ഇവിടെ അപ്നി ഇച്ഛാ സെ ഹി, സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവിടെ പ്രസന്നനാവുന്നത്. അബ് തക് ഹമാരെ ദിൻ തോ നഹി ബദലെ, ഇതുവരെയായിട്ട് ഞങ്ങളുടെ ദിവസങ്ങളൊന്നും മാറിയിട്ടില്ല. എത്രയോ കാലമായിട്ട് ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്, എന്നിട്ടും ഭഗവാൻ പ്രസന്നനായിട്ടില്ല, ഞങ്ങൾക്ക് മാത്രം ഒരു മാറ്റവും ഉണ്ടായില്ല. ഭഗവാൻ മുജെ ക്ഷമ കരയും, ഭഗവാൻ ഞങ്ങളോട് ക്ഷമിക്കട്ടെ. മഗർ ഏക് ബാത്ത് മേരെ മൻമേ ജറൂർ ഉഠ്തി ഹേ, പക്ഷെ ഒരു കാര്യം മാത്രം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. എന്താണ്? ഹം ലോഗ് ദിൻ രാത് മെഹനത്ത് കർത്തേ ഹേ, ഞങ്ങൾ രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. മെഹനത്ത് കർത്തേ ബൂഡേ ഹോ ജാതേ ഹേ, അതായത് ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ വയസ്സന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കണം, പ്രായമായിക്കൊണ്ടിരിക്കണം. അവർ മർജാത്ത ഹേ, പ്രായമായി കഴിഞ്ഞാൽ മരിച്ചു പോയി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് വീട് പുലർത്തുന്നവരാണ്. അങ്ങനെ രാവും പകലും എന്നില്ലാതെ പണിയെടുക്കുന്നവരാണ്. പണിയെടുത്ത് വയസ്സാവുന്നു, മരിക്കുകയും ചെയ്യുന്നു. ന കോയി ഹമേ പൂച്ചനാ ഹേ ന യാദ് കർത്താ ഹേ,
ആരും ഞങ്ങളോട് ചോദിക്കാനില്ല. ന യാദ് കർത്താ ഹെ, ആരും ഓർക്കുന്നുമില്ല. അരേ രോനെ और याद करने के लिए भी तो टाइम चाहिए. അപ്പോൾ ഭഗവാനോട് പറയണേ കരയാനും ഓർക്കാനും വേണ്ടിയിട്ട് തോ ടൈം ചാഹിയെ, കുറച്ച് സമയം വേണമെന്ന് പറയണം. ആ ടൈം ഹേ കിസ്കെ പാസ്, പക്ഷേ അവരെക്കുറിച്ച് ഓർക്കാനോ അവർക്ക് വേണ്ടി കരയാനോ ആരുടെ കയ്യിലാണ് സമയമുള്ളത്? ആർക്കും സമയമില്ല. ഫിർ ചുട്ടി ഹമേ കൊണ്ടേക, പിന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒഴിവ് തരുന്നത് ആരായിരിക്കും? ഞങ്ങൾക്ക് ഹോളിഡേ ആര് തരുന്നത് ചോദിക്കുന്നത്. ഏക് ദിൻ ദോ ദിൻ ബസ്, 1-2 ദിവസം മതി. ജ്യാദ ചുട്ടി കരയെങ്കിൽ തോ ദൂസരി ബൈ രഖ്ലെങ്കിൽ, ഞങ്ങൾക്ക് ജോലിയിൽ നിന്ന് ഒരു മോചനം അല്ലെങ്കിൽ ഒരു ഹോളിഡേ, ഒരു അവധി കിട്ടണ്ടേ ചോദിക്കണം. 1-2 ദിവസത്തേക്ക് മതി. അതായത് കൂടുതൽ അവധി എടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവുക? ദൂസരി ബായി രഖ്ലെങ്കിൽ, വേറെ ബായിയെ അവിടെ ജോലിക്ക് വേണ്ടി വെക്കും. ഇപ്പോൾ സക്കുബായി വെച്ചതുപോലെ തന്നെ സക്കുബായി 2-3 ദിവസം കൂടുതൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പകരം ആളെ വയ്ക്കും. ഭഗവാൻ ने भी इतने सारे दुख हमारे हिस्से में दे दिए, अरे क्या अल्लाह. അപ്പം ഭഗവാൻ തന്നെ ഇത്രയും അധികം ദുഃഖം ഞങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ ഭാഗത്തേക്ക് ഇത്രയും ദുഃഖം നിന്നിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. ആരേക്കാണല്ല, അല്ലാതെ എന്ത് ചെയ്യാനാണ്? ക്യാ ഭഗവാൻ, അള്ളാഹു ആയാലും ഭഗവാനായാലും എന്ത് ചെയ്യാനാണ്? സബ് ഏക് ദൂസരേക്ക് മിലി ഭഗത് ഹേ. അപ്പോൾ സബ് ഏക് ദൂസരേക്ക്, ഇപ്പം അള്ളാഹു ആയാലും ഭഗവാനായാലും രണ്ടുപേരും കൂടിയുള്ള മിലി ഭഗത് ഹേ. മിലി ഭഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിട്ടുള്ള ഭക്തി, അതായത് കാണുമ്പോഴുള്ള ഒരു ഭക്തി എന്ന് പറയാം. അപ്പോൾ അള്ളാഹു ആയാലും ഭഗവാനായാലും എന്താണ് പറയുന്നത്, ഭക്തിയുടെ കാര്യത്തിൽ ഇവിടെ എല്ലാവരും എന്താ പറയുക, ഒത്തിട്ടുള്ള കളിയെന്ന് പറയുന്നത്. സബ് ഏക് ഹി തൈലിക്ക് ചട്ടേ ബട്ടെ ഹേ, എല്ലാവരും എന്താ പറയുന്നത്, ഏക് ഹി തൈലിക്ക്, ഒരേപോലെയുള്ളവരാണെന്ന് പറയുന്നത്. അള്ളാഹു ആയാലും ഭഗവാന്റെ മുന്നിലായാലും എല്ലാ വ്യക്തികളും എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നാണ് പറയുന്നത്. ഏക് വോ ഷാനാസ് മേം സബ്ദി ക്യാ കിയ ഉസ്കെ അള്ളാഹിനെ. അതുപോലെ ഇവിടെ ഒരു ഷാനാസ് മേമിനെ കുറിച്ച് നമ്മുടെ സക്കുബായി പറയണേ, അങ്ങനെ ഒരു മേം സാബ് ഉണ്ടായിരുന്നു. അവരതിനെ അള്ളാഹു എന്താണ് ചെയ്തത്, അവസാനം എന്താ ഉണ്ടായെന്നുള്ളതാണ് പറഞ്ഞത്. ദിൻ ബർ അള്ളാഹ് അള്ളാഹ് കർത്തി രേത്തി തീ. അപ്പോൾ ദിവസം തോറും അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഷാനാസ് മേം സാബ്. കുച്ച് നഹീം തോ ദിൻ മേ 10-15 ബാർ തോ നമാസ് പഠിത്തേ ഹീം. അപ്പോൾ കുറച്ചൊന്നല്ല, ഒരു ദിവസം 10-15 പ്രാവശ്യം നിസ്കരിക്കുന്ന പറയുന്നത്. നഹി നഹി ഏ ജറത് ജ്യാദാ ഹേ, അല്ല അങ്ങനെയല്ല, 10-15 അല്ല, അത് ഇത്തിരി കൂടുതലാണ്. 10-15 ബാർ നഹി, 10-15 അല്ല, 5 ബാർ നമാസ് പഠിത്തീതി, ഒരു 5 പ്രാവശ്യമെങ്കിലും നിസ്കരിച്ചിരുന്നു. കിത്തന അച്ഛ ആദ്യമേ ദൗസ്ക. അപ്പോൾ ഷഹനാസ് മേമിൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഡേർ സാരെ ബച്ചത്തെ, ഒരുപാട് മക്കളും ഉണ്ടായിരുന്നു അവർക്ക്. ഉൻകേത്തോ ഹോത്തേ ഹേന, ഇപ്പം അവരുടെ കാര്യമാണ് പറയുന്നത്. ഉൻകേത്തോ ഹോത്തേ ഹേന, ക്യാ ബോലത്തെ ഹേ അള്ളാഹ് കർമ്മ. അവർക്കിപ്പോൾ എന്തുണ്ടായി, എന്ത് ചെയ്യാനാ, എന്ത് പറയാനാ, എല്ലാം അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്. ഉസ്കെ ആദ്മിക്ക് ക്രാഫേഡ് മാർക്കറ്റ് മേ പ്ലാസ്റ്റിക് കി ദുഖാൻ തീ. ഇനി ഷഹനാസ് മേമിൻ്റെ ഭർത്താവിന് ക്രാഫേഡ് മാർക്കറ്റിൽ പ്ലാസ്റ്റിക്കിൻ്റെ കട നടത്തുകയായിരുന്നു. ദോനമ്മയും ബഹുത് പ്യാർത്ത, രണ്ടുപേരും ഭയങ്കര സ്നേഹമായിരുന്നു പറയുന്നത്. അപ്പോൾ നല്ല സ്നേഹമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ. പ്ലാസ്റ്റിക്കിൻ്റെ കട നടത്തുകയാണ്, മാർക്കറ്റിൽ നടത്തുകയാണ് ചെയ്യുന്നത്. ഓർ ഓ ഷഹനാസ് മേം സാബ്, അതുപോലെ തന്നെ ഷഹനാസ് മേം സാബ് ഹമേശ പർദ്ദ മേരെ തീതി, എപ്പോഴും പർദ്ദ ധരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഷഹനാസ് മേം. അപ്പോൾ കണ്ണ് മാത്രമേ പുറത്ത് കാണുള്ളൂ, ബാക്കി എല്ലാ ഭാഗം മറച്ചുകൊണ്ട്, അതായത് സ്ഥിരമായിട്ട് പർദ്ദ ധരിച്ചിരുന്ന സ്ത്രീയായിരുന്നു ഷഹനാസ് മേം. അതുപോലെ തന്നെ അള്ളാഹുവിനെ നിസ്കരിക്കലും 5 നേരം നിസ്കരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. ഹമേശ പർദ്ദ മേ രഹത്തി थी, मैं उनको बहुत बार बोली क्या मेम साहब आप ऐसी गर्मी में ये काला तंबू डाले रहती हो. അപ്പോൾ മേ ഉൻകോ ബഹുത്ത് ബാർ ബോലി, ഞാൻ ഒരുപാട് പ്രാവശ്യം അവരോട് പറഞ്ഞു, അവരോട് ഷഹനാസ് മേം സാബിനോട് പറഞ്ഞു. എന്താണ് പറയുന്നത്, ക്യാ മേം സാബ് ബൈസി ഗർമി, അത് ഇത്രയും ചൂടുള്ള സമയത്ത് ഈ കാല തമ്പു ഡാലേ രത്തി ഹോ, ഈ കറുത്ത പർദ്ദ എന്തിനാ ധരിക്കണേ ചോദിക്കാറുണ്ട്. തമ്പു എന്ന് പറഞ്ഞാൽ കൂടാരം എന്നുള്ള അർത്ഥം, കറുത്ത കൂടാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കറുത്ത പർദ്ദ എന്തിനാണ് അങ്ങനെ സ്ഥിരമായിട്ട് ധരിക്കണേ ചോദിച്ചു.
ആപ്കോ ഗർമി നെഹി ലഗ്തി, നിങ്ങൾക്ക് ചൂടൊന്നും തോന്നുന്നില്ലേ? തോ ഹസ്കർ ബോൾത്തി, അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു, നഹി സക്കുബായി യേ തോ ഹമാരാ റിവാസ് ഹേ. ഇല്ല സക്കുബായി, ഇത് ഞങ്ങളുടെ ആചാരമാണ്, ഞങ്ങളുടെ സമ്പ്രദായമാണ്. അത് മുസ്ലിംസ് പർദ്ദ ധരിക്കുക എന്ന് പറയുന്നത്, മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നവരാണ്, അത് ഞങ്ങളുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്. ഇത്തിനി അച്ചി ഔരത്ത് ഔറസ്കെ റിശ്തേദാർ, അതുപോലെ വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു, അതുപോലെ അവരുടെ റിലേറ്റീവ്സും ബന്ധുക്കളും. ഷഹനാസ് തോ ഐസി ഹേ വൈസി ഹേ പർദ്ദ നഹീം കർത്തി. ഷഹനാസ് അങ്ങനെയാണ്, അവളൊരിക്കലും പർദ്ദ ഉപയോഗിക്കാതിരിക്കില്ല, പർദ്ദ ഉപയോഗിക്കുന്നവളാണ്. പർദ്ദ നഹീം കർത്തി. അരേ ക്യാ പർദ്ദ നഹീം കർത്തി, ദിൻ ഭർ തോ തമ്പു മേ ബൈഠി രഹത്തി ഹേ. ഇപ്പം എന്തിനാ അങ്ങനെ പർദ്ദ ഇടുന്നത്? അതായത് പകൽ മുഴുവൻ എങ്ങനെ ഈ കറുത്ത പർദ്ദയുടെ ഉള്ളിലല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്? പർദ്ദ നഹീം കർത്തി, എന്തിനാ പർദ്ദ ഇടണ്ടെന്ന് പറയുന്നുണ്ട്. ഉസ്കാത് മേ ബി പോലത്തെ. ഇപ്പോൾ സക്കുബായി അവരോട് പറയുന്നുണ്ട്, അതുപോലെ റിശ്തേദാരൊക്കെ പറയുന്നുണ്ട്, നല്ല സ്ത്രീയാണ്, ഇപ്പോൾ അവരോട് പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ പകൽ മുഴുവൻ ഇങ്ങനെ ചൂടുള്ള സമയത്ത് ഇങ്ങനെ പർദ്ദ ധരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഉസ്കാത് മേ ബി പോലത്തെ. അവരുടെ ഭർത്താവും ചോദിച്ചു, ഷഹനാസ് ഇത്തന പർദ്ദമേ മത് രഹാ കരോ. ഷഹനാസിനോട് പറഞ്ഞു, ഇങ്ങനെ എന്തിനാ ഈ പർദ്ദയുടെ ഉള്ളിലിരിക്കണേ, അത് വേണ്ട എന്ന് പറയുന്നുണ്ട്, പർദ്ദ ധരിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ബഡി അച്ചി ഔരത്തി, നല്ലൊരു സ്ത്രീയായിരുന്നു. ഉസ് പർ അള്ളാഹിനെ ക്യാ കിയ ഉസ്കെ സാത്ത്, അള്ളാഹിനെ ഉസ്കെ സാത്ത് ക്യാ കിയ, അള്ളാഹു അവരോട് എന്താണ് ചെയ്തത്? ഉസ്കാ ആദമി ദുകാൻ സെ ഘർ ആ രഹാ താ തോ രാസ്തെ മേ ഏക് ട്രക്ക് വാലേനെ ഉഡാ ദിയ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ കടയാണ്, ക്രാഫ്റ്റ് മാർക്കറ്റിൽ പ്ലാസ്റ്റിക്കിൻ്റെ കടയാണ്. അങ്ങനെ ഈ മനുഷ്യൻ ദുകാൻ സെ ഘർ ആ രഹാ താ, കടയിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു. ഉസ് സമയം രാസ്തേമേ, ആ സമയത്ത് രാസ്തേമേ ഏക് ട്രക്ക് വാലേനെ ഉഡാ ദിയ, വഴിയിൽ വെച്ചൊരു ട്രക്ക് വാല ഇടിച്ച് തെറിപ്പിച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ കടയിൽ നിന്ന്, അല്ലെങ്കിൽ കട പൂട്ടിയിട്ട് കടയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ട്രക്ക് വന്നിടിച്ചു എന്ന് പറയുന്നത്. തബ് അള്ളാഹ് ഹുസൈ ബച്ചാന നഹിയായ, ട്രക്ക് വന്നിടിച്ച സമയത്ത് അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് അള്ളാഹു ഒന്നും വന്നില്ല എന്നാണ് പറയുന്നത്. തബ് അള്ളാഹ് ഉസേ ബച്ചാനെ നഹിയായ, ഉസേ ബച്ചാനെ കെ ലിയെ അള്ളാഹു നഹിയായ. ഏക് ജഡ്കെ മേ സബ് ഖത്മ ഹോ ഗയ, ഒറ്റ തട്ടലിൽ എല്ലാം അവസാനിച്ചു. അതായത് ഏക്ക് ജഡ്കെ, ഒരു നിമിഷത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ സബ് ഖത്മ ഹോ ഗയ, എല്ലാം അവസാനിച്ചു. മേം ഭോലി മേം സാബ് आप दिन रात अल्लाह अल्लाह करती थी, उसने क्या दिया आपको. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആക്സിഡൻറ്റ് പറ്റി ട്രക്ക് ഇടിച്ച് മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മേം സാബ് ആപ് ദിൻ രാത് അള്ളാ അള്ളാ കർത്തി തി. ഷഹനാസ് മേമിനോട് ചോദിക്കുകയാണ്, മേം സാബ് നിങ്ങൾ രാത്രിയും പകലും അള്ളാഹുവിനെ വിളിച്ച് നിസ്കരിച്ചിരുന്നല്ലോ. ഉസ്നെ ക്യാ ദിയ ആപ്കോ, അദ്ദേഹം നിങ്ങൾക്ക് എന്താണ് തന്നത്? ഇസ് പർ വോ ബോലി, ഇത് കേട്ടപ്പോൾ അവർ പറയും, നഹി സക്കുബായി ഐസ നഹി പോലത്തെ, അങ്ങനെ പറയരുതെന്ന് പറയാണ്. ഷായദ് ഉൻകി യഹാം സെ ജ്യാദ വഹാം സുരൂരത്ത് ഹോഗി. അപ്പോൾ ഇവിടെ ഈ ഷഹനാസ് മാം സാബ് പറയാണ്, അങ്ങനെ ഒരിക്കലും പറയരുത്. ഷായദ് ഉൻകി യഹാം സെ ജ്യാദ, ഉസ്കി ആദമിക്കോ, അതായത് യഹാം സെ ജ്യാദ, ഇവിടത്തെക്കാളും കൂടുതൽ വഹാം സരൂരത്ത് ഹോഗി, അവിടെയായിരിക്കും ആവശ്യമുണ്ടാവുക. അപ്പോൾ അള്ളാഹു അതുകൊണ്ടാണ് നേരത്തെ വിളിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് ഇവിടത്തേക്കാളും കൂടുതൽ അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹു നേരത്തെ വിളിച്ചതെന്ന് പറയണം. ഇത്തനി അച്ചി ഔരത്ത് ഫിർ ആ ഗയേ ഉസ്കെ റിശ്തേദാർ ദൂക്കാൻ ഹടപ്നെ. അപ്പോൾ അത്രയും നല്ലൊരു സ്ത്രീയായിരുന്നു. ഇത്തനി അച്ചി ഔരത്ത് ഈ ഷഹനാസ് മേം. അപ്പോൾ ഈശ്വരനെ വിളിച്ച് അള്ളാഹുവിനെ വിളിച്ച് 5 നേരം നിസ്കരിച്ചിരുന്ന ആൾ, എന്നിട്ടും അപകടം പറ്റി, അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അള്ളാഹു ഒന്നും വന്നില്ല. കുറേ കുട്ടികളും മക്കളൊക്കെ ഉണ്ട്, പ്രാരാബ്ധമൊക്കെ ഉണ്ട്, പക്ഷേ ആരും തന്നെ രക്ഷിക്കാൻ വന്നില്ല, അള്ളാഹു കൂടെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാണ് നമ്മുടെ സക്കുബായി പറയണേ, ഇത്രയൊക്കെ അള്ളാഹുവിനെ വിളിച്ച് നിസ്കരിച്ചിരുന്നതാണ്, അള്ളാഹു നിങ്ങൾക്ക് എന്താണ് തന്നത് ചോദിച്ചപ്പോൾ പറയണേ, അങ്ങനെ പറയരുത്, ഇവിടത്തെക്കാളും കൂടുതൽ ആവശ്യം അള്ളാഹുവിനെ അദ്ദേഹത്തെ കൊണ്ട് അവിടെ ഉണ്ടായിരിക്കും എന്ന് പറയണേ. അപ്പോൾ അത്രയും നല്ലൊരു സ്ത്രീയായിരുന്നു നമ്മുടെ ഷഹനാസ് മാം. ഫിർ ആ ഗേ ഉസ്കെ റിശ്തേദാർ, പിന്നെ അവിടെ വന്നത് അവർ റിലേറ്റീവ്സാണ്, ബന്ധുക്കളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദുക്കാൻ ഹടപ്നെ, ഹടപ്ന എന്നാണ് തട്ടിയെടുക്കുക, കട തട്ടിയെടുക്കാനായിട്ട്.
കാരണം കട നോക്കാനായിട്ട് ആളില്ല, ചെറിയ കുട്ടികളാണ്. ദിൻ ഭർ ഉസി കാത്തേ തേ അബ്. അപ്പോൾ രാവും പകലില്ലാതെ ഉസി കാത്തേ തേ അബ്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ്, കട തട്ടിയെടുക്കാനുള്ള ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തന സബ് ഹോനയ്ക്ക് ബാവജൂദ് ഉസ്നെ ഹിമ്മത്ത് നഹി ഹാരി. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടും സബ് ഹോനയ്ക്ക് ബാവജൂദ്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായതിന് ശേഷം ഉസ്നെ ഹിമ്മത്ത് നഹി ഹാരി, ധൈര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യം, ഹിമ്മത്ത് നഹി ഹാരി, കാരണം എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുക. അപ്പോൾ അത് അവർക്ക് നല്ല ധൈര്യമുള്ളൊരു സ്ത്രീ ആയിരുന്നു, അവരുടെ ധൈര്യം ചോർന്നു പോയിട്ടുണ്ടായിരുന്നില്ല. വഹി ഔരത്ത് ഷാനാസ് ജിസ്കാ നാം, അതേ സ്ത്രീ തന്നെ, അവരുടെ പേര് ഷാനാസ് എന്നായിരുന്നു. പർദ ഉഠായ, അവൾ പർദ്ദയൊക്കെ എടുത്ത് മാറ്റി. നിക്കൽ പടി മർദ്ദം കി ദുനിയാമി, എന്താണ് ചെയ്തത്? നിക്കൽ പടി മർദ്ദം കി ദുനിയാമേ, അതായത് പുരുഷന്മാരുടെ ലോകത്തേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുന്നത്. എവിടെ? ക്രാഫേഡ് മാർക്കറ്റ് കെ മേ മർദ്ദം കെ ബീച്ച്. ഈ ഭർത്താവ് കട നടത്തിയിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ കട നടത്തിയിരുന്ന ക്രാഫേഡ് മാർക്കറ്റിലേക്ക് അവരെ ഇറങ്ങി, അങ്ങനെ പുരുഷന്മാരുടെ ഇടയിൽ അവരെ കട നടത്താണ്. ബച്ചോംസെ കഹാ, കുട്ടികളോട് പറഞ്ഞു, ബച്ചോ തും ഗർ സംഭാലോ, നിങ്ങൾ വീട് നോക്കിക്കോ, മേ ദൂക്കാൻ സംഭാൽത്തി ഹൂം, ഞാൻ കട നോക്കുകയാണ്. അവർ ഫിർ ക്യാ ദൂക്കാൻ ചലി കി പൂച്ചോ മത്ത്, അവസാനം നിങ്ങൾ എന്തിനപ്പോൾ കട നടത്താൻ പോയി എന്ന് ചോദിക്കരുത്. ഫിർ ക്യാ ദൂക്കാൻ ചലി, എന്തിനാ കട നടത്തിയതെന്ന് പൂച്ചോ മത്ത്. ഏക്ദം ദൗഡ്നെ ലഗി, അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ കട നടത്താനുള്ള തീരുമാനം എടുക്കുകയാണ് നമ്മുടെ ഷാനാസ് മേം. സ്വന്തമായിട്ട് മക്കളെ പരിപാലിക്കണം, അവരെ നോക്കി വളർത്തണം, അതിനെ കട നടത്താൻ നിവർത്തിയില്ല. അപ്പോൾ കുട്ടികളെ, വീടിൻ്റെ ഉത്തരവാദിത്തമൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് അവർ കട നോക്കാനായിട്ട് പുരുഷന്മാരുടെ ഇടയിലേക്ക്, മാർക്കറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അബ് വി ബസ് ഫിർ ഖ്യാത്ത, പിന്നെന്തായിരുന്നു? കിസി കി ഹിമ്മത്ത് ജോ ഉസെ ആങ്കുടാക്കർ ദേക്കാൻ, അവരെ മുഖമുയർത്തി നോക്കാനായിട്ട് ഒരാൾക്കും ധൈര്യം ഉണ്ടായില്ല. അബ് വഹി റിശ്തേദാർ कहते हैं शहनाज अभी तुम्हारी उम्र ही क्या है, तुम्हें दूसरी शादी कर लेनी चाहिए. ഇപ്പോൾ അവൾ ധൈര്യത്തോടു കൂടി കട നടത്താൻ തീരുമാനിച്ച് ഇറങ്ങിച്ചെന്നപ്പോൾ ഒരാൾക്കും തടയാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒന്ന് മുഖമുയർത്തി കണ്ണുയർത്തി നോക്കാൻ പോലുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല. അബ് വഹി റിശ്തേദാർ कहते हैं, ആ സമയത്ത് റിലേറ്റീവ്സ് വീണ്ടും പറയാണ്, ഷഹനാസ് അബി തുമാരി ഉമ്ര ഹി ക്യാ ഹെ, ഇപ്പം നിങ്ങളുടെ പ്രായം എന്താണ്? അതായത് ഇപ്പോഴും ചെറുപ്പമാണ്. തുമേ ദൂസരി ഷാദി കർലേ ഇനി ചാഹിയെ, നിനക്ക് രണ്ടാമതൊരു വിവാഹം കഴിച്ചുകൂടെ ചോദിക്കണം. തോ വോ മുസ്കുരാക്കർ कहती മേരി ഷാദി തോ ഹോ ചുകി ഹേ ഇസ് ദുഖാൻ കെ സാത്ത്. അപ്പോൾ റിലേറ്റീവ്സൊക്കെ, ബന്ധുക്കളൊക്കെ വീണ്ടും ചോദിക്കുകയാണ്, അതായത് കട എങ്ങനെയും കൈവശം ആക്കണം എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കട നടത്തുമെന്ന് വിചാരിച്ചില്ല. നടത്താൻ തുടങ്ങിയപ്പോൾ പറയണേ, നീ ചെറുപ്പമാണ്, നിനക്ക് രണ്ടാമതൊരു വിവാഹം കഴിച്ചുകൂടെയും ചോദിക്കുകയാണ്. ആ സമയത്ത് ഒരു ഷഹനാസ് മേം പുഞ്ചിരിച്ചുകൊണ്ട് പറയണേ, മേരി ഷാദി തോ ചുഗി ഹേ, എൻ്റെ വിവാഹം കഴിഞ്ഞു. ആരായിട്ട്? ഇസ് ദുഖാൻ കെ സാത്ത്, ഈ കടയുമായിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞു പോയി എന്ന് പറയുന്നു. ഇത്തിനി ഹിമ്മത്ത് വാലി അവരത്ത്, അത്രയും ധൈര്യമുള്ളൊരു സ്ത്രീ. അവർ ചോദിച്ചപ്പോൾ അവർ വായടയ്ക്കുള്ള മറുപടി അവിടെ കൊടുത്തു. ലേക്കിൻ ഉസ്കെ പാസ് ഇത്തിനി ഹിമ്മത്ത് കഹാം സെ ആയി, പക്ഷേ ഇത്രയും ധൈര്യം അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അരേ ബാബ യേ ഹിമ്മത്ത് ഉസെ ഉസ്കെ അള്ളാഹിനെ ഹി തോ ദി ഹോഗി, പറയണ ഇത്രയും ധൈര്യം അവർ നിസ്കരിക്കുന്ന, അവർ വിളിക്കുന്ന അള്ളാഹു തന്നെയായിരിക്കും അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. മാഫ് കർണ അള്ളാഹ് ജി മാഫ് കർണ. അപ്പോൾ ഇത്രയും നേരം, അതായത് അള്ളാഹിനെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം, രക്ഷിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞത് ഓർത്തുകൊണ്ട് മാഫ് കർണ അള്ളാഹ്, അള്ളാഹുവിനോട് പറയണ ക്ഷമിക്കണം, മാഫ് കർണ. पर पता नहीं हमारे बिटोबा कब प्रसन्न हो गए, പറയണ ഇനി എപ്പോഴാണെന്നറിയില്ല. ഹമാരെ ബിട്ടോബ, ബിട്ടോബ തന്നെ ഈശ്വരൻ തന്നെയാണ് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആളെ ബിട്ടോബ എന്ന് പറയുന്നത്. കബ് പ്രസന്ന ഹോകെ, എന്നാണ് പ്രസന്നനാവുക എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈശ്വരൻ വിചാരിച്ചാലാണ് എല്ലാം നടക്കുള്ളൂ, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഈശ്വരൻ പ്രസന്നനാക്കാനായിട്ട് എന്ത് ചെയ്യണം? എന്നാണ് ഈശ്വരൻ ഞങ്ങളുടെ അടുത്ത്
പ്രസന്നനാവുക എന്ന് നമ്മുടെ സക്കുബായി ചിന്തിക്കുകയാണ്. തബി ടെലിഫോൺ കി ഗണ്ടി ബജ്തി ഹേ. ആ സമയത്ത് ടെലിഫോൺ ബെല്ലടിക്കുന്നു. സക്കുബായി ഫോൺ എടുത്തിട്ട് ഹലോ കോൺ ചാഹിയേ. അച്ഛാ ഖന്ന ഭാബിജി. അപ്പോൾ ആരെ വേണ്ടേ ചോദിക്കുകയാണ്. അച്ഛാ ഖന്ന ഭാബിജി, ഖന്ന ഭാബിജിയാണോ? മേം സാബ് തോ നഹി ഹേ. മേം സാബ് ഇവിടെ ഇല്ലല്ലോ. ആ ജോ അപ്പനി മമ്മിക്ക് ഘർ ഗയി. ഇന്ന് അവരവരുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, അമ്മയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ഫോൺ പർ ഹാത്ത് രക്കർ ഓർഡിമെൻറ്റ്സ് സേ കത്തി ഹേ. അതായത് ഒരു ഓളത്തിൽ ഫോണിൽ കൈ വെച്ചിട്ട് ഒരു ഓളത്തിലാണ് പറയാം ആ ജോ അപ്പനി മമ്മിക്ക് ഘർ ഗയി എന്ന് പറയുന്നത്. മേം സാബ് സേ സബ് അപ്പന ബ്യൂട്ടി പാർലർ കാ കാം മുഫ്ത് മേ കരാത്തി ഹേ. അപ്പോൾ മേം സാബിൻ്റെ അടുത്ത് ബ്യൂട്ടി പാർലറിലെ എല്ലാ കാര്യങ്ങളും വളരെ എന്താണ് മുഫ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് ചെയ്യിക്കുന്നത്. നഹി ക്യോം, എന്തിനാണ്? സാഹബ് മേം സാബ് തോ ടേക്ക് ഹേ. സാറും മേം സാബും കുഴപ്പമൊന്നുമില്ലല്ലോ. നഹി കോയി പ്രോബ്ലം നഹി ഹേ. ഇല്ലല്ലോ, വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. ഹമാരി മേം സാബ് ക്യാ സാഹബ് സെ ജഗട കർക്കെ ഹി മമ്മി കെ ഘർ വഹാൻ ജായേഗി. ഞങ്ങളുടെ മേം സാബ് ഇനിയിപ്പോൾ സാറുമായിട്ട് വഴക്കുണ്ടായിട്ടാണോ അമ്മയുടെ വീട്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുക. ബാബിജി ആ മേരെ സെ ഐസി ബാത് ക്യോം പൂച്ച്തേ ഹോ. ഇപ്പോൾ ഖന്ന ബാബിജിയോട് നമ്മുടെ സക്കുബായി പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുകയാണ്. ആപ്കോ ജോ ബി പൂച്ച്നാ ഹേ മേം സാബ് സെ പൂച്ചോ എന്നാ ഡയറക്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് മേം സാബിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിച്ചൂടെ. നിങ്ങളത് എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? സാറായിട്ട് വഴക്കൂടിയിട്ടാണ് വീട്ടിൽ പോയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ആപ് ജോ ബി പൂച്ച്നാ ചാഹിയേ ഉസേ ഡയറക്റ്റ് അപ്പന മേം സാബ് സെ പൂച്ച്നാ ചാഹിയേ. എന്തേലും ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് അവരോട് ചോദിച്ചോളാൻ പറയണം. തൂ ഫോൺ രക്കോ മേരെത്തി. നിങ്ങൾ ഫോൺ വെച്ചോ, ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഫോൺ വയ്ക്കുന്നു. ഫോൺ രക്തെത്തി ഹേ. ഫോൺ അവിടെ വെക്കുകയാണ് സക്കുബായി. സക്കുബായി ഗുസ്സേമേ വളരെ ദേഷ്യത്തോടുകൂടി സാലി ജാണ്ടി ബടി ചാലു ഔരത്ത് ഹേ. സാലി നട അവൾ വൃത്തികെട്ടവൾ എന്നുള്ള അർത്ഥത്തിൽ ജാണ്ടി ബടി ചാലു ഔരത്ത് ഹേ. നല്ല തടിച്ച വളരെ സാമർഥ്യമുള്ളൊരു സ്ത്രീ അവർ. ഈ ഖന്ന ബാബിജി എന്ന് പറയുന്നത് അവർ വളരെ സാമർഥ്യമുള്ളൊരു സ്ത്രീയാണ്. പാർട്ടി മേ ആത്തി ഹോ തോ ആധാ ഖാന ഗുദ് ഹി ഖാ ജാത്തി ഹേ. ഇനിയിപ്പോൾ പാർട്ടിക്ക് വിളിച്ച് വരികയാണെങ്കിൽ അവർ പകുതി ഭക്ഷണം ആധാ ഖാന പകുതി ഭക്ഷണം ഖുദ് ഹി ഖാസ് ജാത്തി ഹേ. ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നെന്ന് പറയുന്നത്. നല്ല തടിച്ച സ്ത്രീയാണ്, നല്ല സാമർഥ്യമുള്ള സ്ത്രീയാണ്. അവരെ പാർട്ടിക്ക് വിളിച്ച് വന്നു കഴിഞ്ഞാൽ പകുതി ഭക്ഷണം അവരെ ഒറ്റ ഇരിപ്പിൽ തന്നെ കഴിക്കുന്നു പറയുന്നത്. എന്ത് പറഞ്ഞിട്ട് കഴിക്കുക? ടേസ്റ്റി, വെരി ടേസ്റ്റി. कहती हुई सीधा किचन में घुस जाएगी. ടേസ്റ്റി വെരി ടേസ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കിച്ചണിലേക്കാണ് പോകുകയെന്ന് പറയുന്നത്. സീതാ കിച്ചൻ മേ ഘുസ് ജായേഗി. നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കും. അവർ ബോലേഗി, എന്നിട്ട് പറയും ഹായ് സക്കുബായി മുझे भी अपनी तरह कुक ला दो ना. എനിക്ക് നിങ്ങളെപ്പോലെ കുക്ക് ചെയ്യാനായിട്ട് പറ്റണില്ല എന്ന് പറയണം. അരേ ക്യാ കുക്ക് ലാ ദോ. എന്താണ് ഇന്ന് കുക്ക് ചെയ്തിട്ടുള്ളത്? കുക്ക് ബേച്ചാരി റോട്ടി ബനാത്തി ബനാത്തെ മർ ജായേഗി और ये खाती जाएगी. കുക്ക് ചെയ്യുന്നവർ പാവങ്ങൾ റൊട്ടി ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി ചാവും. അവർ ഏ കാത്തി ജായേഗി. ഇവരാണെങ്കിലോ തിന്നിട്ടും നിൽക്കും. അപ്പോൾ എത്ര കിട്ടിയാലും മതിയാവില്ല, എത്ര കൊടുത്താലും അതായത് ഉണ്ടാക്കുന്നത് ഒക്കെ ഒപ്പം ഇരുന്ന് തിന്നും. അത്രയും തിന്നുന്നൊരു സ്ത്രീയാണ്. അതായത് ഉണ്ടാക്കുന്നതിന് പകുതി മുഴുവൻ അവർ തന്നെ ഒറ്റയടിക്ക് തിന്നുന്ന പറയുന്നത്. कंचे के बराबर तो जूड़ा बनाती है वो जो हमारे गांव में खेलते हैं बच्चे वो. കഞ്ചയ്ക്ക് മാർബിൾ പോലെ ജൂഡ ബനാത്തി ഹേ മുടിക്കെട്ട്, അത് പിന്നിലേക്ക് കെട്ടി ഉണ്ടയായിട്ട് കെട്ടിയിരിക്കണം. വോ ജോ ഹമാരെ ഗാമേ ഖേൽത്തെ ഹേ ബച്ചെ വോ, നമ്മുടെ ഗ്രാമത്തിൽ കുട്ടികൾ കളിക്കുന്ന കളി പോലെ. और उसके ऊपर से गजरा चिटका के आती है. എന്നിട്ട് അതിൻ്റെ മുകളിൽ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ വിതറിയിട്ടിട്ടുണ്ടാവും. പാർട്ടി മേ 10 ബാർ തോ ഇസ്കാ പല്ലു ഗിർത്താ ഹേ. പാർട്ടിക്ക് വരുമ്പോൾ അതായത് ഒരു സാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പല്ലു, അതിൻ്റെ മുന്താണി എന്ന് പറയുന്നത് ഒരു 10 പ്രാവശ്യമെങ്കിലും താഴെ വീണിട്ടുണ്ടാവും. ജൈസേ കി ദേക്കോ ജി ഹമാരെ പാസ് ഹേ. അപ്പോൾ സാരി പിൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ പാർട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഞൊറികളൊക്കെ പല പ്രാവശ്യവും താഴെ വീഴുമെന്ന് പറയുന്നത്. ഒരു 10 പ്രാവശ്യമെങ്കിലും വീഴും.
എന്നിട്ട് എങ്ങനെ ജയ്സേക്ക് ദേഖോന ഇതോ ദേഖോജി ഹമാരെ പാസ് ചെയ്യാൻ നോക്കിക്കോ എൻ്റെ ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് സാരിയുടെ ഒരു താഴെ വീഴുക. ആർ ഉസ്മേ ദിഖാനേക്കാ അതിലിപ്പോൾ എന്താ കാണാനുള്ളത്? ഭഗവാനെ സബ്കു ദിയാ ഹേ, ഇതൊക്കെ എല്ലാവർക്കും ഭഗവാൻ കൊടുത്തിട്ടുള്ളതാണ്. ഈശ്വരൻ്റെ സൃഷ്ടിയിൽ എല്ലാവർക്കും കൊടുത്തിട്ടുള്ള സംഭവം തന്നെയാണ്. അത് കാണിക്കാനാ. കിസിക്ക ചോട്ട കിസിക്ക ബട, ചിലവർക്ക് ചെറുതായിരിക്കും ചിലവർക്ക് വലുതായിരിക്കും. ഏക് ബാർ തോ ഉസ്നെ കമാൽ ഹി കർ ദിയ, ഒരു പ്രാവശ്യം അവർ വലിയൊരു അത്ഭുതം തന്നെ അവിടെ ചെയ്തത്. എന്താണ്? ഹമാരെ ഘർമേ പാർട്ടി ചൽ രഹി തി, ഞങ്ങളുടെ വീട്ടിൽ പാർട്ടി നടക്കുകയായിരുന്നു. ഉസ്മേ യേ ആയി ഹുയി തി, ആ പാർട്ടിയിൽ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. ബാഹർ കെ ബാത്റൂം മേ കോയി ഗയാ താ തോ യേ മേം സാബ് കെ ബെഡ്റൂം വാലെ ബാത്റൂം മേ ഗയി, പുറത്തെ ബാത്റൂമിലെ ആരോ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ മേം സാബിൻ്റെ ബെഡ്റൂമിലെ ബാത്റൂമിലേക്കാണ് പോയത്. ഉസി സമയം മേം ബി ബാത്റൂം മേ ടവൽ രഖ്നെ കോ ഗുസ്സി, ആ സമയത്ത് മേം സാബിൻ്റെ ബാത്റൂമിലേക്ക് ടവൽ വെക്കാനായിട്ട് ഞാൻ വന്നു. തോ മേനെ ദേക്കാക്കി, ആ സമയത്ത് ഞാൻ കണ്ടു യേ മേം സാബ് കി മേക്കപ്പ് വാലി ടേബിൾ കി ദരാജ് മേ സേ കുച്ച് നികൽ കർ പേഴ്സ് മേ രഖ് രഹി ഹേ, ആ സമയത്ത് അതായത് മേം സാബിൻ്റെ ബാത്റൂമിൽ ടവൽ വെക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഈ സ്ത്രീ അവിടെയാണ് ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സക്കുബായി വരുന്ന സമയത്ത് കാണുന്നത് മേം സാബിൻ്റെ മേക്കപ്പിൻ്റെ ഒരു ടേബിളുണ്ട്, മേക്കപ്പ് സാധനങ്ങൾ വയ്ക്കുന്ന ഒരു ടേബിള്, അതിൻ്റെ ഉസ്കി ദരാജ് മേംസെ, അതിൻ്റെ ആ വലിപ്പിൽ നിന്ന് കുച്ച് നികാൽക്കർ എന്തോ എടുത്ത് പേഴ്സ് മേ രഖ് രഹി ഹേ, പേഴ്സിൽ വെക്കുന്നത് നമ്മുടെ സക്കുബായി കണ്ടു. അപ്പോൾ ഇവിടെ ഒരു സംഭവം നടക്കുകയാണ്. അതായത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. എന്തോ ഒരു സാധനം അവിടെ നഷ്ടപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആരും സംശയിക്കുന്നില്ല, പക്ഷേ നമ്മുടെ സക്കുബായി അത് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. എന്തോ എടുത്ത് പേഴ്സിൽ വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മുടെ സക്കുബായി അന്വേഷണമായിട്ട് പോകുന്നുണ്ട്. ഈ സാധനം നഷ്ടപ്പെട്ടതറിഞ്ഞ് അത് തിരിച്ചെടുക്കുന്നതും ആർക്കും ഒരു പ്രോബ്ലം ഇല്ലാതെ തിരിച്ചെടുത്ത് കൊടുക്കുന്നതും സക്കുബായി തന്നെയാണ്. മുझे देखकर एकदम सीधी हो गई और कहने लगी सकुबाई मैं वो टिश्यू ढूंढ रही थी. ഇപ്പം മേശ തുറന്ന് മേക്കപ്പ് സാധനങ്ങൾ വയ്ക്കുന്ന മേശ തുറക്കുന്നതും അതിൽ നിന്ന് എന്തോ എടുത്ത് പേഴ്സിൽ വെക്കുന്നതും സക്കുബായി കണ്ടു എന്ന് തോന്നിയത് കൊണ്ട് അവർ പറയാണ് ഞാൻ ടിഷ്യൂ ആ ടിഷ്യൂ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയണം. ഇപ്പോൾ ടിഷ്യൂ ഒക്കെ ശരിക്കും പറയുകയാണെങ്കിൽ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതൊന്നല്ല, എന്തോ സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ സക്കുബായിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുക. ഓക്കെ, താങ്ക് യു.